നമ്മൾക്ക് അത്രയും വേണ്ടപ്പെട്ടവരെ മിസ് ചെയ്യുന്ന കാര്യം. അങ്ങനെ ആ ബാഗെല്ലാം ഇവിടെ എത്തി. ഞാൻ ആകെ ടെൻഷനിലാണ്. അപ്പോൾ ഒരു വർഷത്തിന് ശേഷം വീണ്ടും എയർപോർട്ടിലേക്ക് പോവേന്ന്, വീണ്ടും ഫ്ലൈറ്റ് കയറാൻ പോവേന്ന് നമ്മളെ നാട്ടിൽ നിന്നും പറപ്പിച്ച് വിട്ടു. നേരെ മംഗലാപുരം എയർപോർട്ടിലേക്കാണ്. പോകുന്ന വഴിക്ക് ഫുഡ് കഴിച്ചു ചെറുതായിട്ട്. മംഗലാപുരം എയർപോർട്ടിലെത്തിയ എയർപോർട്ടിൻ്റെ ബോർഡ് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഭയങ്കര ഒരു സങ്കടം വന്നുപോയി. പിറകുള്ള സീറ്റിൽ എൻ്റെ അച്ഛനുണ്ടായിരുന്നു. എല്ലാവരും മിസ് ചെയ്യുന്ന വിഷമമുണ്ട്, ഫാമിലി എല്ലാവരും മിസ് ചെയ്യുന്ന വിഷമമുണ്ട്. പിന്നെ ഇപ്രാവശ്യം എൻ്റെ ബാഗെല്ലാം എന്നെ ട്രോളിയിലാക്കി കൊണ്ടുപോകാൻ എൻ്റെ ഹസ്ബൻഡ് സഹായിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി കാറ് പാർക്ക് ചെയ്യാൻ പോയി. നമ്മൾ സ്വന്തം വണ്ടി എടുത്തിട്ടല്ല വന്നത്, വേറെ വണ്ടി റെൻറ്റിനെടുത്തിട്ടാണ് വന്നേ. അപ്പം കാറ് പാർക്ക് ചെയ്തു. ഹസ്ബൻഡ് എന്നെ ഒരുപാട് സഹായിച്ചു. അച്ഛനും ചെറിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ടായിരുന്നു. മംഗലാപുരം എയർപോർട്ടിലെ കാര്യങ്ങളെല്ലാം കുറേയെല്ലാം മാറി മറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ട് ഇനിയിപ്പോൾ ലിഫ്റ്റിൽ ഇവിടുന്ന് ബാഗ്സ് മുകളിലോട്ട് കൊണ്ടുപോകണം. പിന്നെ പണ്ടത്തെ പോലെ നമ്മളെ കൂടെ വരുന്നവരെ അങ്ങോട്ടേക്ക് അങ്ങനെ വിടുന്നൊന്നുമില്ല കേട്ടോ. കുറച്ച് ഇപ്പുറം റോഡിന് ഇപ്പുറത്തേക്ക് അവരെ നിർത്തുകയാണ്. ഞാൻ ഫ്ലൈറ്റ് കയറി മംഗലാപുരത്ത് നിന്ന് നേരെ ബാംഗ്ലൂരേക്ക്. എനിക്ക് പോകുമ്പോൾ സൈഡ് സീറ്റാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ മുകളിൽ നിന്ന് താഴേട്ടുള്ള കാഴ്ചകൾ, നല്ല ലൈറ്റൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് കാണുമ്പോൾ നമ്മളൊരു കുഞ്ഞു കുഞ്ഞു നക്ഷത്രം പോലെ ഇങ്ങനെ താഴോട്ട് നോക്കുമ്പോൾ കാണുന്ന ഭയങ്കര ഭംഗിയാണ്. അതേ സമയത്ത് ചെറിയൊരു പേടിയുണ്ടാവും കേട്ടോ. എന്നാലും ഈശ്വരനെ പ്രാർത്ഥിച്ചിട്ടിരിക്കലാണ്. അങ്ങനെ ഞാൻ ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് അവിടെ എത്തി. പിന്നെ ഇൻ്റർനാഷണൽ സെക്ഷനിൽ ഞാൻ എത്തി. ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ എയർപോർട്ട് ഭയങ്കര വലുതാണ്. എനിക്ക് ഇഷ്ടമാണ്. ഞാൻ അധികം ബാംഗ്ലൂർ വന്നും പോയും ഉണ്ടായിരുന്നു ഈ ട്രാവൽ ചെയ്യുന്ന സമയത്ത്. പിന്നെ ഇടയ്ക്ക് ഡൽഹി എയർപോർട്ടിലെല്ലാം പോയിട്ടുണ്ട്. പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് ഒരു ബസ് കയറിയിട്ട് ടെർമിനൽ 2 പോകാനുണ്ടായി. നല്ല ടെൻഷൻ അടിച്ചു പോയി. പിന്നെ ഇമിഗ്രേഷനും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. ബാംഗ്ലൂർ എയർപോർട്ടിനുള്ളിൽ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അവിടെ പോയിട്ടുള്ളവർക്ക് അറിയാം, ഒരുപാട് ലൈറ്റ്സും കാര്യങ്ങളും നമുക്ക് കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ എയർപോർട്ടിൽ. പിന്നെ എൻ്റെ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിൻ്റെ ബോർഡിങ് തുടങ്ങാനായി. അപ്പം ഞാൻ ഗേറ്റ് തപ്പി നടന്നിട്ട് അവസാനം ഞാൻ കണ്ടുപിടിച്ചു. പിന്നെ എയർപോർട്ടിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പുണ്ട്. ഇത് കണ്ടോ, വലിയൊരു തബലയാണ്. പിന്നെ വിശക്കുന്നുണ്ടായിരുന്നു. എയർപോർട്ടിൻ്റെ ഉള്ളിലെ ഫുഡിനെല്ലാം നല്ല പൈസയാണല്ലോ, എല്ലാവർക്കും അറിയാം. ചെറിയൊരു കേക്കും ഒരു ബോട്ടിൽ വെള്ളവും മേടിച്ചു. അതിന് ഏകദേശം 400 സംതിങ് ആയിട്ടുണ്ടായി. നല്ല വിശപ്പുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുവന്നിട്ട് അത് പിന്നെ മംഗലാപുരത്ത് നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തണുക്കുന്നതുകൊണ്ട് ബാഗിലുണ്ടായിരുന്ന ഡ്രസ്സൊക്കെ എടുത്ത് ധരിച്ചു. ചെറിയൊരു ഫുൾ കൈയുള്ളൊരു ടീഷർട്ടും പിന്നെ ഒരു ഹാഫായിട്ടുള്ളൊരു ജാക്കറ്റും ഉണ്ടായിന്. ഈ ഡ്രസ്സൊക്കെ ഞാൻ ലാസ്റ്റ് സമയത്ത് കൊണ്ടുവന്നതാണ്. അപ്പം എനിക്ക് പോകുമ്പം നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണെങ്കിൽ നമുക്ക് ആവശ്യമല്ലേന്ന് വെച്ചിട്ട്, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങണ്ടേ. അപ്പോൾ കൊണ്ടുവന്നതുകൊണ്ട് ഇപ്പോൾ ഇത് വളരെ വളരെ ഉപകാരമായി. അപ്പോൾ ഡ്രസ്സെല്ലാം ഇട്ടു. ഇനിയിപ്പം ബോർഡിങ് തുടങ്ങാൻ കുറച്ചുകൂടി ടൈം ഉള്ളതുകൊണ്ട് ഉറങ്ങാൻ പറ്റുമെന്ന് ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഉറങ്ങാൻ പറ്റിയില്ല. സാധാരണ ഫ്ലൈറ്റ് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ ഉറക്കം വന്നാലും നമ്മൾ ഉറങ്ങി പോകില്ല. എൻ്റെ കാര്യം എങ്ങനെയാണ്, അവസാനം ഫ്ലൈറ്റ് വന്നു. ലുഫ്താൻസൻ്റെ ഫ്ലൈറ്റാണ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായത്. ഒരുപാട് തിരക്ക്, ഫുള്ളൊന്നും ആയിട്ടില്ല, എന്നാലും അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. ഫ്ലൈറ്റിലെ ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിന്. വെറൈറ്റി ആയിട്ടുള്ള ഫുഡ്, അധികം എരിവും പുളിയും ഉപ്പൊന്നും അധികമില്ലാത്ത വെസ്റ്റേൺ ആൾക്കാരുടെ ഫുഡാണ് കിട്ടിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എഗ് ഓംലെറ്റാണ് നടുക്കുള്ളത് കാണുന്നത്. അങ്ങനെ ഞാൻ ജർമ്മനിയിലെത്തി.